നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടി പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ തളർന്ന് വീഴാൻ വയ്യ. ജ്യോതിഷന്മാരെല്ലാവരും ഉപ്പുതാൻ പഠിച്ചവരായിരിക്കണം എന്നാണ് വിശ്വാസം. ഈ ദുഃഖങ്ങളും സങ്കടമുള്ളവർ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളിലേക്കും ആ നെഗറ്റീവ് വരികയാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും ആരും മെഡിറ്റേഷൻ സ്വീകരിക്കുക. മെഡിറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ വക ദോഷങ്ങളൊന്നും ഏൽക്കില്ല. വിശ്വാസത്തെ അന്ധവിശ്വാസമാക്കാനും അന്ധവിശ്വാസത്തെ വിശ്വാസമാക്കാനും നമ്മൾ മനുഷ്യർ വിചാരിച്ച് നടക്കാത്തൊന്നുമില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമഠം. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ വിശ്വാസവും വേണം, ഈ അന്ധവിശ്വാസം ഉള്ളവരുണ്ട്. ചിലപ്പോൾ ഈ വിശ്വാസത്തെ അന്ധവിശ്വാസമായിട്ട് വ്യാഖ്യാനിക്കുന്നവരും അന്ധവിശ്വാസത്തെ വിശ്വാസം വ്യാഖ്യാനിക്കുന്നതും പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിനെപ്പറ്റി ഡീപ്പായി നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു വിശ്വാസം ഇപ്പോൾ പറയും, വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കരുതെന്ന് പഴയ കാരണവന്മാർ പറയും. എന്താണ്? മോരും മീനും കഴിച്ചുകൂടാ, രാത്രി മോര് കൂട്ടിക്കൂടാ, ഇതൊക്കെ പറയും. പക്ഷേ നമ്മളിത് അവർക്ക് വയസ്സായതില്ല, അവർ അന്ധവിശ്വാസം പറയാമെന്ന്. പക്ഷേ അതിനൊക്കെ ഉണ്ട് സംഭവം. മോര് രാത്രി കൂട്ടിക്കഴിഞ്ഞാൽ മുടി നരയ്ക്കണതല്ല കാര്യം, നമുക്ക് ഡൈജൻ ശരിയാവില്ല. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൊതി പറ്റുക, ദൃഷ്ടി പറ്റുക എന്നൊക്കെ പറയും. നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടി പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ തളർന്ന് വീഴാൻ വയ്യ, സുഖമില്ല, കാല് വയ്യ, കാല് തല വയ്യ, സംസാരിക്കണില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കുട്ടിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് വേണ്ടത്. അതിനെന്താ സംഭവിച്ചതെന്ന് നോക്കണം. സാധാരണ ഇന്നത്തെ ജനറേഷനിലെ ആളുകൾ എന്ത് ചെയ്യും? കുട്ടിക്ക് വയ്യ, കുട്ടിക്ക് ഛർദ്ദിക്കും, കുട്ടിക്ക് വയ്യ എന്നുള്ള ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർ MRI, അത് CT സ്കാൻ, MRI സ്കാൻ എല്ലാം സ്കാൻ ചെയ്ത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവസാനമാണ് ജ്യോതിഷന്മാരെ സംബന്ധിച്ചത്. ജ്യോതിഷന്മാരെല്ലാവരും ഉപ്പുതാൻ പഠിച്ചവരായിരിക്കണം എന്നാണ് വിശ്വാസം. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ MRI ഒക്കെ കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് കുഴപ്പം, കുട്ടിക്ക് ഒരു കുറവുമില്ല, എപ്പോഴും പ്രശ്നം തന്നെയാണ്, 1,00,000 രൂപയോളം ചിലവായി, ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ, ചിലപ്പോൾ അത് കൊതിയായിരിക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഊതി കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടിക്ക് കുറവ് വ്യത്യാസമുണ്ട്. പക്ഷെ ഉപ്പ് ഊതുമ്പോൾ അറിയാം എന്ത് തരത്തിലുള്ള കൊതിയാണ് ആ കുട്ടിക്ക് വന്നിരിക്കുന്നത്. ബാലന്മാരുടെയാണോ പ്രായമുള്ളവരുടെയാണോ എന്ത് തരത്തിലുള്ള കൊതിയാണ് വന്നിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ ഉപ്പ് ഊതുന്നതോടുകൂടി ഒരു മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ മന്ത്രം ജപിച്ച് ഊതുമ്പോൾ തന്നെ നമ്മൾ അവശതയാവും, കോട്ടുവായിട്ട് അവശതയായിപ്പോവും. അതാണ് ഈ ഉപ്പ് ഊതുന്നതിൻ്റെ. അത് അന്ധവിശ്വാസമല്ല, അത് സത്യമാണ്. അനുഭവമുള്ളവർ ഇന്ന് 100%, 99% പേർക്ക് അനുഭവം ഉണ്ടായിരിക്കാം ഈ കൊതിയുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ കൊതിയൊക്കെ മാറ്റാനായിട്ട് ഇതൊരു അന്ധവിശ്വാസമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് MRI സ്കാൻ ചെയ്തോ CT സ്കാൻ ചെയ്തോ എന്ത് ചെയ്താലും അതിൽ നമുക്ക് തെളിയാൻ പറ്റുന്നില്ല. ഇതിനെയാണ് കൊതി പറ്റാന്ന്. കാരണം നമുക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ട്, ഇല്ല എന്നല്ല. പെട്ടെന്ന് ചില ഭക്ഷണത്തിൻ്റെ മണം വരിക, അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോൾ നമുക്ക് കൊതി പറ്റും. അതുപോലെ കണ്ണ് കിട്ടുക എന്ന് പറയും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയെ കാണുമ്പോൾ പെട്ടെന്നൊരു എന്തെങ്കിലും മനസ്സ് തോന്നിയാൽ മതി, ഓ അവൻ്റെ കളി നല്ല സ്മാർട്ടാണല്ലോ, ആ കുട്ടിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും, ക്ഷീണാവും. നിപ്പിൽ ക്ഷീണമായി തല കറങ്ങണമെന്ന് പറയും, വയ്യാതെയാവും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്വാഭാവികമായിട്ട് എല്ലാ പേരൻസും എല്ലാ മാതാപിതാക്കളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് ദൃഷ്ടി എന്ന് പറയും. അതിന് കുറച്ച് കടുകും മുളകും ഒക്കെ ഒഴിഞ്ഞ് അടുപ്പിലിട്ടാൽ ഈ സംഭവം മാറാവുന്നേ. പക്ഷേ നമുക്കൊരു കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും നിങ്ങൾ ഉപ്പും മുളകും ഒഴിഞ്ഞിടൂ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇത് സാമാന്യ രീതിയിൽ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഈ കുട്ടിക്ക് കണ്ണീർ വന്നിട്ടുണ്ട്, ദൃഷ്ടിദോഷം വന്നിട്ടുണ്ട്, അപ്പോൾ ഉപ്പും മുളകും കടുകും കൂടി ഒഴിഞ്ഞ് അടുപ്പിലിടൂ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വാസമായിട്ടും അന്ധവിശ്വാസമായിട്ടും ആളുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും അന്ധമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സിനിമയിൽ കണ്ടു ശകുനത്തെ പറ്റിയൊക്കെ. പോകുമ്പോൾ ഏതോ ദിലീപിൻ്റെ സിനിമയെന്ന് തോന്നും, പോകുമ്പോൾ തിരിച്ചു വരും സംശയം. അത് അന്ധവിശ്വാസമാണ്. നമുക്ക് വിശ്വാസം വേണം, അന്ധവിശ്വാസമായി മാറരുത്. അന്ധവിശ്വാസം ഒരുപാടായാലും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ നടന്നു, അയ്യോ കാല് തട്ടി, ഇന്നത്തെ ദിവസം പോക്കാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് വിശ്വാസമുള്ള ദേവനെ സമർപ്പിച്ചിട്ട് ചെയ്താൽ ഒന്നും ദോഷങ്ങൾ വരില്ല, ഒരു ദോഷവും വരില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പൂർവികന്മാർ പറഞ്ഞു തന്നിട്ട് എന്താണ്, ബ്രഹ്മാർപ്പണം ബ്രഹ്മാത്മം ബ്രഹ്മ എന്നൊരു മന്ത്രമുണ്ട്, ഭഗവത്ഗീതയൊക്കെ ഉണ്ട്. ആ മന്ത്രം ജപിച്ചിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുക. ഒന്നും അറിയാൻ പാടില്ല, ഓം നമോ നാരായണ ജപിച്ചിട്ടാണ് കഴിക്കുക. ബ്രാഹ്മിൻസൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം തളിച്ചിട്ട് കഴിക്കണതാണ്. അത് ഓം നമോ നാരായണ ജപിച്ചിട്ട് ആ ഭക്ഷണത്തിന് ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈ വക കൊതിയോ കണ്ണോ ദൃഷ്ടിയോ ഒന്നും സംഭവിക്കില്ല. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് സാധനം ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും താങ്ക് യു പറഞ്ഞിട്ട് കഴിച്ചാൽ മതി, പ്രശ്നം തീർന്നു. അത് തന്നവർക്കും അതുണ്ടാക്കിയവർക്കും തരാൻ തോന്നിച്ചവർക്കും
നമുക്കിവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയതിനും നന്ദി എന്ന് വാക്ക് പറയുക. നമുക്കിഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. പ്രാർത്ഥിച്ച ശേഷം കഴിക്കുന്ന ആ ഭക്ഷണം അപ്പോൾ ഭഗവാനെ സമർപ്പിച്ചതായി അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിച്ചതായി ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് സാധാരണ. ഇപ്പോൾ കൈവശം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വിഭാഗമാണ്. അതുപോലും മാറിപ്പോവും. ശിവ ഓം സ്വാഹ എന്ന് ചൊല്ലി ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഷൂവായി പോകും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും പവർഫുള്ളാണ്. മന്ത്രങ്ങൾക്കും മന്ത്രധ്വനികൾക്കും പ്രയറിനും നന്ദിക്കുമെല്ലാം ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ വളരെയധികം പവർഫുള്ളുള്ളതാണ്. പിന്നെ നമുക്ക് ഡ്രസ്സ് വാങ്ങിച്ചു. ചിലർ പറയില്ല ഈ ഡ്രസ്സ് ഇട്ട ദിവസം മുഴുവൻ എനിക്ക് കൊള്ളില്ല എന്ന് പറയും. എപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങിച്ചോളൂ. കാരണം ഈ ഡ്രസ്സിനെ മോഹിക്കുന്ന പലരും ഉണ്ടായിരിക്കും. പലരും എടുത്തു നോക്കി വച്ച് നോക്കിയിട്ടൊക്കെ വച്ചതായിരിക്കും. ഈ ഡ്രസ്സ് മോഹിക്കുമ്പോൾ ആ മോഹത്തിൽ നിന്നും അവരിലേക്ക് ദൃഷ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുകയോ ആഭരണങ്ങൾ വാങ്ങിച്ചോ വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ ഉപ്പൊഴിഞ്ഞ് കളയുക. കാരണം ഈ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് അസ്വസ്ഥമാവും. കാരണം ചില ഡ്രസ്സ് ഇട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു, ചില ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോയി അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ മൂഡ് ഓഫ് ആയിരിക്കും. ചില ഡ്രസ്സ് ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വണ്ടി കിട്ടാൻ വയ്ക്കുക, പ്രശ്നമാവുക, വണ്ടി ബ്രേക്ക് ഡൗൺ, പല പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ ഡ്രസ്സ് കിട്ടുമോ, പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചാലോ, പുതിയ ആഭരണങ്ങൾ വാങ്ങിച്ചാലോ അതിനെ ഭഗവാന് സമർപ്പിച്ച ശേഷം അതിനെ ഉപ്പൊഴിഞ്ഞ് കളഞ്ഞ ശേഷം ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ വക യാതൊരു നെഗറ്റിവിറ്റിയും നമ്മളിലേക്ക് കയറില്ല. പിന്നെ ചിലവരെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ദുഃഖങ്ങളും സങ്കടമുള്ളവർ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളിലേക്കും ആ നെഗറ്റീവ് വരികയാണ് ചെയ്തത്. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കും. ഇപ്പം എൻ്റെയൊക്കെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക, മുഴുവൻ കേൾക്കുക. അവർ കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ കരയും, ചിലപ്പോൾ അവർ പലരും കുറ്റം പറയും, ചിലപ്പോൾ അവരെ പറ്റി പഠിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പറയണം ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്, ഇങ്ങനെ പലതും പറയും. പക്ഷേ ഇതിനെല്ലാം സംയമനത്തോടെ കേൾക്കുക. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനകൾ നടത്തുക. അതിനുശേഷം അവർ പറയുമ്പോൾ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും. എന്താണോ അവരുടെ പ്രശ്നങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് കൗൺസിലിംഗ് പോലെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ളതാണ്. പിന്നെ ചില സ്ത്രീകളുണ്ട്, ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല, ഫുൾ ടൈം വിളിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? പണിയെടുക്കേണ്ടവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില സ്ഥാപനങ്ങളിൽ ഫോൺ എടുക്കാൻ പാടില്ല, ഫോൺ മാറ്റി വയ്ക്കും, ഫോണില്ലാണ്ട് കയറേണ്ടത്. അപ്പോൾ ഫോണില്ലാതെ കയറി കഴിയുമ്പോൾ ഇവർ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ മിസ് കോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് സംശയമായി ഈ വിളിക്കുന്ന ആൾക്ക് മാനസികമായി വിഷമം, പ്രയാസങ്ങൾ, തലകറക്കം, അവർക്കില്ലാത്ത അസുഖമൊന്നുമില്ല. എന്താ എൻ്റെ ഭർത്താവ് ഫോൺ എടുത്തിട്ട് എവിടെ പോയേക്കാം, എവിടെയോ പോയേക്കാണ്, എന്നെ വിട്ടു പോയേക്കാണ്, എന്തോ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വണ്ടി ഓടിക്കായിരിക്കും, ചിലപ്പോൾ വേറെ കാര്യങ്ങൾ സംസാരിക്കാം, ചിലപ്പോൾ മീറ്റിങ്ങിലായിരിക്കും ഫോൺ എടുക്കാൻ പറ്റില്ല, സൈലൻ്റ് ആയിരിക്കും. അപ്പം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് മീറ്റിംഗ് 3, 4, 5 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഈ മീറ്റിംഗ് സമയത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല, സൈലൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ സംശയം വന്ന് ആ ആൾ മെൻ്റൽ പേഷ്യൻ്റായി മാറുന്നു. ഈ വീട്ടിലിരിക്കുന്ന ആൾ. കാരണം അവർക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഭർത്താവ് എവിടെ പോയി, എൻ്റെ ഭർത്താവ് എവിടെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വിളിച്ച് അവർക്ക് മാനസിക ബുദ്ധിമുട്ടും. ഈ ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് ടെൻഷനൊക്കെ കഴിഞ്ഞ് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൻ്റെ അധികാരികളാകുകയാണെങ്കിൽ അവർക്ക് ധാരാളം ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. വീട്ടിൽ വന്നു കയറുമ്പോഴേക്കും മുഖം വീർപ്പിച്ചിരിക്കുന്ന ഭാര്യ ഇത് കാണുമ്പോൾ തന്നെ അതിങ്ങനെ മദ്യപിക്കാത്തവരും പോലും മദ്യപിക്കും. ഞാൻ കുറ്റം പറയല്ല. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കുക കാര്യങ്ങൾ. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കാത്തത്, അത് എൻ്റെ മകൻ എന്നെ വിളിക്കാത്തത്. മകൻ എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് മക്കൾ എപ്പോഴും ഒരു 2 വയസ്സുള്ള കുട്ടികളാണ്, എത്ര വലുതായാലും. ഇവരെ കാണാണ്ടാവും വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ പതുക്കെ നിർത്തുക. അപ്പോൾ താൻ ഇങ്ങോട്ട് വിളിച്ചോളും. കാരണം അവർക്ക് വിളിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അവർ ഡ്രൈവിങ്ങിലായിരിക്കാം, മീറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യലായ കാര്യങ്ങൾ ചെയ്യായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളവരെ കുറ്റപ്പെടുത്താതെ നമ്മളതിൽ റൂട്ട് എന്താണ്, കാരണം എന്താണ് മനസ്സിലായാൽ ഒരു കുടുംബത്തിന് കലഹം ഇല്ലാണ്ടാവും. ഇത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ വന്ന് ഭർത്താവിനോട് മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ അവിടെ കലഹം സ്റ്റാർട്ടായി, അവിടെ കലഹമായി, പ്രശ്നമായി. നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യലായി, ഫോണിൽ വേറെ ആരെയാണ് വിളിച്ചത്, ആരാ വന്നത്, മെസ്സേജ് എന്താണ്, വാട്സപ്പിൽ എന്താണ്. ഇപ്പോൾ അതിന് ആധുനിക ലോകമാണല്ലോ. ഇതൊക്കെ തപ്പി എന്ത് ചെയ്യും? ഒരു ആകെ വിഷമം. ഒഫീഷ്യൽ അതായത് ഒരു ഉന്നത തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ധാരാളം മെസ്സേജുകളും ധാരാളം കോളുകൾ വരും, വാട്സപ്പ് കോളുകളും, ഇതെല്ലാം ധാരാളം ഉണ്ടാവും. ഇതിനൊക്കെ സംശയിക്കാൻ തുടങ്ങിയാൽ
നമുക്ക് മാനസികമായ വിഭ്രാന്തി വരാൻ സാധ്യതയുണ്ട്. അതോടുകൂടി ആ വീട് നശിക്കും. അതോടുകൂടി ഇവരുടെ ദേഷ്യം മുഴുവൻ തീർക്കാനാ നിരപരാധിയായ കുട്ടികൾ, അങ്ങനെ കൊടുത്തേക്കാനുള്ള കുട്ടികൾ, തലോടി തലൻ അടികൊള്ളാനായിട്ട് വച്ചേക്കണ കുട്ടികൾ, ഇതെല്ലാം കൂടി തീർത്ത് ആ പിള്ളേർക്ക് പടേന്ന് അടിയായിരിക്കും. ആ പിള്ളേർക്ക് വെറുപ്പായി, ഈ അമ്മയ്ക്ക് വെറുപ്പായി, ആ കുടുംബം മുഴുവൻ നശിക്കുന്നു. കാരണം ആരെ? മഹാലക്ഷ്മി ആയിരിക്കുന്ന സ്ത്രീ ജ്യേഷ്ഠയാവുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയമാണ് പീരീഡ്സ്. ആ സമയത്ത് കൊലപാതകം വരെ നടത്താനുള്ള ദേഷ്യമുണ്ട്. പുരുഷനായാലും സ്ത്രീ ആയാലും ആരും മെഡിറ്റേഷൻ സ്വീകരിക്കുക. മെഡിറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ വക ദോഷങ്ങളൊന്നും ഏൽക്കില്ല. കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നമ്മുടെ പവർ ഇരട്ടിയായി വരികയാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്തതിനെ മാറ്റാൻ നോക്കണം. ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ പിന്നീട് ആ കുടുംബത്തിൽ കലഹമാവും, കുട്ടികൾക്ക് പ്രശ്നമാവും, കുട്ടികൾ വിവാഹിതരാകുമ്പോൾ അവർക്കും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെയൊക്കെ കാണിക്കും. ഇങ്ങനെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സമാധാനമായി ജോലി കഴിഞ്ഞ് വന്ന് കാപ്പി ചായ കുടിക്കട്ടെ, അല്ലെങ്കിൽ വെള്ളം കുടിക്കട്ടെ, അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കുക. ഇന്ന കാരണങ്ങൾ, ഇന്ന് എന്തൊക്കെയാണ് വരാൻ, ഇന്ന് അവിടെ പ്രത്യേകിച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, എനിക്കും ഇവിടെ ജോലി ഉണ്ടായിരുന്നു, എന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ശാന്തനവും സമാധാനമാകുമ്പോൾ ഈ പ്രശ്നങ്ങളില്ല. ഇതൊക്കെ തിക്തഫലമായിരിക്കുന്ന കുട്ടികളും ഹാപ്പിയാവും. ഇങ്ങനെയാണ് നമ്മൾ വിശ്വാസിയെ അന്ധവിശ്വാസമാക്കാനും അന്ധവിശ്വാസത്തെ വിശ്വാസമാക്കാനും നമ്മൾ മനുഷ്യർ വിചാരിച്ച് നടക്കാത്തൊന്നുമില്ല. നമ്മൾ കുളിക്കുമ്പോൾ, പഴയ കാലത്ത് കാരണവന്മാർ കുളിക്കുമ്പോൾ എപ്പോഴും തല കുളിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞ് കുളിക്കണം എന്ന് പറയും. എത്ര ദേഷ്യമുള്ള ആൾക്കാർക്കും ക്ഷമ കിട്ടും. പിന്നെ പുറം തുടയ്ക്കാം, വെള്ളം പുറത്തൊഴിച്ചിട്ട് പുറം തുടയ്ക്കാം. കാരണം അതിന് സയൻസ് ഉണ്ട്. നട്ടലിൽ വെള്ളം നമുക്ക് അസുഖം വരും. പുറം തുടയ്ക്കുക. പിന്നെ ജ്യോതിഷ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജ്യേഷ്ഠാഭഗവതിയെ മാറ്റുക എന്നാ പറയുക. പുറം ആദ്യം തുടയ്ക്കുക, വടക്കോട്ടിന് തലയിൽ വെള്ളം ഒഴിക്കുക. ഇങ്ങനത്തെ ചിന്തകളിൽ, ഇങ്ങനത്തെ രീതികൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അസുഖങ്ങൾക്കൊരു പരിധിവരെ കുറവായിരിക്കും. അതുപോലെ 6 മണിക്ക്, വെളുപ്പിന് 6 മണിക്ക് ഉദയത്തിന് മുമ്പ് കുളിക്കുന്നവന് പൂർണ്ണ ആരോഗ്യമുണ്ടാവുമെന്നാണ് പറയുന്നത്. മാക്സിമം അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലാണ് ആരോഗ്യവും സമ്പത്തും എല്ലാം ഉള്ളത്. നമ്മൾക്ക് സമ്പത്തില്ലേ എന്ന് പറഞ്ഞാൽ കരയാതെ സമ്പത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യണമൊപ്പം പണിയെടുക്കുക. മാനിഫെസ്റ്റേഷൻ ജോലിയും ഒന്നിച്ചു തന്നാൽ തീർച്ചയായിട്ടും ആൾക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്കുടെ വീട്ടിൽ നമുക്ക് ഒരിക്കലും മോശമാവില്ല. എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കും, പോസിറ്റീവായി നമ്മളിലേക്ക് വരികയും ചെയ്യുന്നതാണ്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ശീലമുണ്ടാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രേയറായാലും, ഭക്ഷണത്തിന് മുമ്പ് പ്രേയറായാലും, സ്കൂളിൽ പോകുന്നതിൽ പ്രേയർ ചെയ്യാനും എല്ലാം പഠിപ്പിക്കുക. ഒരു ശീലമുണ്ട്. പേന എനിക്ക് വേണ്ടിണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛന് ഹീറോ പേന മേടിച്ചു. അന്ന് ഹീറോ പേന കിട്ടാൻ വലിയ കാര്യമാണ്. ആ പേന കൊണ്ടേ ഞാൻ പരീക്ഷ എഴുതുള്ളൂ. 10ാം ക്ലാസ് വരെ അതുകൊണ്ട് എഴുതുള്ളൂ. അത് പിന്നീട് കാണാണ്ടായി. അത് കാരണം പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോൾ പേനയില്ല. എനിക്ക് സങ്കടമായി. അപ്പോൾ ആ പേനയ്ക്ക് വേണ്ടി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ചിലർക്ക് ആ ശീലം മാറ്റണം. എന്ത് പേന കൊണ്ട് എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല, എന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല എന്ന ചിന്താഗതി വേണം. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താണോ കണി കാണുന്നത് അതനുസരിച്ചിരിക്കും ഫലങ്ങൾ. അതിനാണ് പറയുന്നത് ഉള്ളംകൈ കാണും. ഉള്ളംകൈയിൽ എല്ലാ ദേവന്മാരും ഉള്ളംകൈയിലുണ്ട്. കരാകര വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതും ഗോവിന്ദാം പ്രഭാതേ പർവ്വതം എന്ന് പറഞ്ഞ് നമ്മുടെ കൈകൾ തൊട്ട് തുടർന്ന് ശീലം നമുക്കുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഉണ്ടെന്നറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലാണ് എല്ലാ ദേവന്മാരും. എനർജി, റേക്കിയുടെ എനർജി പോലും നമ്മുടെ വിരലുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം ഓക്കെ ആവും. അതുപോലെ എക്സാമിന് എഴുതുമ്പോൾ ടെൻഷനൊക്കെ വരികയാണെങ്കിൽ ഉടനെ തന്നെ ദീർഘശ്വാസം വിടുക, 3-4 വരും ശ്വാസം വിടുക, അതിനുശേഷം നമ്മൾ എഴുതുക. കുട്ടിയെ ഒരിക്കലും കമ്പൽ ചെയ്യരുത്. പരീക്ഷ തലേദിവസം കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക. കാരണം അടിച്ച് കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അത് കാരണം എല്ലാം അറിയാം, പക്ഷേ അതിലാണ് റേക്കി, നമ്മളെപ്പോലത്തെ ആൾക്കാർ റേക്കി ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് എല്ലാം അറിയാം, ക്ലാസ് ബസ്സിലെല്ലാം മോഡലിലും എടുക്കുക, പക്ഷേ പരീക്ഷ എഴുതാമ്പോൾ കൈ ഉറയ്ക്കും. അപ്പോൾ എന്താണ് ടെൻഷൻ? അത് മാറ്റാനായിട്ട് റേക്കിയൊക്കെ ചെയ്ത്, ഞാൻ കുറേ പേർക്ക് SSLCക്ക് റേക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേക്കിയൊക്കെ ചെയ്തവരെ മാറ്റും. അല്ലെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുന്നതാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും പറ്റി പറയാനുള്ളത്.